50 വർഷത്തിലധികം സേവന പാരമ്പര്യവുമായി സ്വാമീസ് കിച്ചൺ വെജിറ്റേറിയൻ ഹോട്ടൽ ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു. വിവിധതരം ദോശ വെറൈറ്റികൾ, സ്വാദിഷ്ടമായ പലഹാരങ്ങൾ, ഉച്ചയൂണ്, വീട്ടിൽ ഉണക്കിപ്പൊടിച്ചുണ്ടാക്കുന്ന മസാലപ്പൊടികൾ, ഇഡ്ഡലി, ദോശ മാവ് തുടങ്ങിയവയെല്ലാം സ്വാമീസ് കിച്ചണിൽ നിന്നും ലഭ്യമാക്കുന്നു. എല്ലാവിധ ആഘോഷങ്ങൾക്കും കാറ്ററിംഗ് സർവീസ് ഉത്തരവാദിത്വത്തോടെ ചെയ്തു നൽകുന്നു. ശനിയാഴ്ച ദിവസങ്ങളിൽ സ്പെഷ്യൽ ഡിഷുകളും കൂടാതെ വാഹന പാർക്കിംഗ് സൗകര്യവും സ്വാമീസ് കിച്ചൺ ഒരുക്കിയിട്ടുണ്ട്. മനസ്സിനെയും നാവിനെയും ഒരുപോലെ കീഴടക്കാൻ പരമ്പരാഗത തനിമയിൽ നാവിൽ കൊതിയൂറും വിഭവങ്ങളുമായി സ്വാമീസ് കിച്ചൺ ഒരുങ്ങിക്കഴിഞ്ഞു. സ്വാമീസ് കിച്ചൺ 4 ബിൽഡിംഗ്, ചേലക്കര. ഫോൺ 7356566954. ചേലക്കരയിൽ വയോധികയുടെ വസതിയിലെത്തി പട്ടയം കൈമാറി UR പ്രദീപ് MLA. ചേലക്കര വില്ലേജിൽ പതിറ്റാണ്ടുകളായി പട്ടയത്തിന് കാത്തിരുന്ന ചീപ്പാറ വില്ലടത്ത് 95 വയസ്സുള്ള ലക്ഷ്മിക്കുട്ടിയമ്മയ്ക്കാണ് സർക്കാർ തീരുമാനപ്രകാരം UR പ്രദീപ് MLA വസതിയിലെത്തി പട്ടയം നൽകിയത്. തഹസിൽദാർ PP സീന, വില്ലേജ് ഓഫീസർ ബിനോയ്, മറ്റ് റവന്യൂ ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം വളരെ പ്രധാനമായി എടുത്ത ഒരു തീരുമാനം, സ്വന്തമായി ഭൂമി കൈവശം വെച്ചിരിക്കുന്ന ആളുകൾക്കെല്ലാം അതിൽ പട്ടയവും രേഖയും ഉണ്ടാക്കി കൊടുക്കണം എന്ന് തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഇന്ന് കേരളത്തിനകത്ത് ഏകദേശം 5 ലക്ഷത്തിൽ കൂടുതൽ പട്ടയം ഇതിനകം വിതരണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ തലപ്പള്ളി താലൂക്കിനകത്തും ധാരാളം നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. നല്ല പോലെ നമുക്ക് ഇതുപോലെ അപേക്ഷിച്ച ആളുകൾക്കെല്ലാം അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം ചുരുക്കി വേഗത്തിൽ പട്ടയം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഇവിടെ തന്നെ പഞ്ചായത്ത് പുറമ്പോക്കിൽ താമസിക്കുന്ന ആളുകളുണ്ട്, അതുപോലെ തന്നെ വ്യത്യസ്തമായ ഭൂമിയുടെ സ്വഭാവത്തിൽ താമസിക്കുന്ന ആളുകളെല്ലാം ഉണ്ട്. അതിലെല്ലാം അതിൻ്റെ അർത്ഥത്തിൽ അതിൻ്റെ നടപടിക്രമം പൂർത്തീകരിച്ച് കൊടുക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പായിട്ടുണ്ട്. ഇവിടെ തന്നെ ഇപ്പോൾ ഈ കൂട്ടത്തിൽ 10 പേർ ഉള്ളതിൽ ഇപ്പോൾ എല്ലാ നടപടിക്രമം കഴിഞ്ഞ് 3 പേർക്ക് നാളെ കൊടുക്കേണ്ടത് 31-ാം തീയതി ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി അത് വിതരണം ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. അമ്മയ്ക്ക് ഈ ലക്ഷ്മിക്കുട്ടി അമ്മ ഏകദേശം 90 വയസ്സിന് മീതെ ആയ അമ്മയ്ക്ക് അങ്ങോട്ട് പോയി വാങ്ങിക്കാൻ കഴിയില്ല. അതുകൊണ്ട് സർക്കാർ തന്നെ തീരുമാനിച്ചു പ്രായമുള്ള ആളുകൾക്ക് വീട്ടിൽ ചെന്ന് കൊടുക്കാം. അതിൻ്റെ ഭാഗമായിട്ടാണ് സർക്കാരിന് വേണ്ടി ഞാനും ബഹുമാനപ്പെട്ട തഹസിൽദാരും ഉൾപ്പെടെയുള്ള റവന്യൂ ഉദ്യോഗസ്ഥന്മാരെല്ലാവരും ഇവിടെ വന്ന് നേരിട്ട് അത് അവരുടെ കയ്യിൽ കൊടുക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്ന് കൊടുത്തത്. റൈറ്റ് വിഷൻ ന്യൂസ്, ചേലക്കര.